നാളെ ലോകത്ത് മനുഷ്യൻ്റെ തോളിൽ കൈയിട്ട് സഞ്ചരിക്കേണ്ട രണ്ട് സാങ്കേതിക വിദ്യകളാണ് റോബോട്ടുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും. പക്ഷേ നമ്മളുടെ ക്ലാസ് റൂമുകൾ, നമ്മളുടെ വിദ്യാഭ്യാസ രീതി ഈ ഒരു സാങ്കേതിക വിദ്യകളെ എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ട്? പണ്ട് 80കളിലും 90കളിലും രസതന്ത്ര അധ്യാപകൻ ഒരു ചോക്ക് കഷ്ണം ഉയർത്തിക്കാട്ടി ഇതൊരു ടെസ്റ്റ് ട്യൂബാണെന്ന് സങ്കല്പിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യാഭ്യാസ പഠനം, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും റോബോട്ടുകളുടെയും കാര്യത്തിൽ. ഇതിനൊരു മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയാണ് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി. മനുഷ്യബുദ്ധിയെ വെല്ലുവിളിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അനുനിമിഷം വളരുകയാണ്. റോബോട്ടിക് സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ തൊഴിൽ മേഖലകൾ പുനർനിർവചിക്കപ്പെടുന്നു. കാലത്തിനൊപ്പം നമ്മുടെ കുട്ടികളെ സാങ്കേതിക വിദ്യകൾ വേണ്ടവിധം പരിചയപ്പെടുത്തിയില്ലെങ്കിൽ കുതിച്ചുപായുന്ന ലോകത്ത് ഒരു തലമുറ കണ്ണുമിഴിച്ച് നിന്നുപോകും. സ്മാർട്ട് ഹോമുകൾ മുതൽ ഓട്ടോമേറ്റഡ് ഫാക്ടറികൾ വരെ, വാഹനങ്ങളും റോക്കറ്റും മുതൽ യുദ്ധം വരെ സാങ്കേതിക വിദ്യകൾ മേളപ്പെരുക്കം തീർക്കുകയാണ്. കുട്ടികളിൽ യങ് ആയിട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ വിദേശത്തൊക്കെ പറയുന്ന ഈ പുതിയ ജനറേഷൻ കുട്ടികൾ നേറ്റീവ്സും പഴയ ആളുകൾ, നമ്മൾ പുതിയ ടെക്നോളജീസിലേക്ക് വരുമ്പോൾ നമ്മൾ മൈഗ്രൻസിനെ പോലെയാണ്. അതായത് ഇപ്പോൾ അമേരിക്കയിൽ പോയി സെറ്റിൽ ചെയ്യണ ഒരാളെ സംബന്ധിച്ച് ഇന്ത്യയിൽ നിന്ന് പോയി അവിടെ ഒരു 20 വയസ്സിൽ സെറ്റിൽ ചെയ്യണ ആളും അവിടെ ജനിച്ചു വളർന്ന കുട്ടിയും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ടാവും. അതുപോലെയാണ് നമ്മൾ ഈ സ്കൂളിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ എഡ്യൂക്കേഷൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അവർ നാച്ചുറൽസും അവർ ഈ ഒരു ടെക്നോളജീസും പുതിയതും അതുപോലെയുള്ള തിങ്കിങ് എവറിത്തിങ് ഇതായിട്ട് അഡാപ്റ്റഡ് ആവും ക്വിക്കായിട്ട്. അതുകൊണ്ടാണ് ഏർലിയറായിട്ട് അവർക്ക് പറ്റുന്ന വിധത്തിൽ, അതായത് നമ്മളെ ഒരു അടിച്ചേൽപ്പിക്കുകയല്ല, ഓരോരുത്തർക്കും ഒരു നാച്ചുറൽ എബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഈ ഒരു ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് ചുറ്റുമുള്ള ലോകം എക്കാലത്തേക്കാളും വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. നിലവിലെ സിലബസുകളിലെ വിഷയങ്ങൾ മാത്രം പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ തൊട്ടറിയാനും പരിചയപ്പെടാനും ക്ലാസ് മുറികളിൽ അവസരമൊരുക്കുകയാണ് MIBOT കേരള വെഞ്ചേഴ്സ്. വി ഷുഡ് മേക്ക് പീപ്പിൾ, ഫോർ എക്സാമ്പിൾ എല്ലാ സ്റ്റുഡൻസും പാസ് ഔട്ട് ആകുമ്പോൾ ദേ ഹാവ് ടു ബി ഫ്യൂച്ചർ റെഡി. അപ്പോൾ റൈറ്റ് ഫ്രം, സോ നമ്മൾ വി ഹവ് കോയിൻ ദിസ് ടേം കോൾഡ് K2I. സോ റൈറ്റ് ഫ്രം ദ കിൻഡർ ഗാർഡൻ all the way to industries. So that is ആ ഒരു ഇതാണ് K2I ഒരു കോൺസെപ്റ്റാണ് നമ്മൾ വി വാണ്ടഡ് ടു ഡു. യുവ മനസ്സുകളുടെ സാങ്കേതിക ജ്ഞാനം വളർത്തിയെടുക്കാനും വിദ്യാഭ്യാസത്തിനും യഥാർത്ഥ ലോക വ്യവസായ ആവശ്യങ്ങൾക്കുമിടയിലുള്ള വിടവ് നികത്താനുമാണ് MIBOT കേരള വെഞ്ചേഴ്സിന്റെ ശ്രമം. റോബോട്ടിക്സ് എഡ്യൂക്കേഷൻ എൻഡ് ഓഫ് ദ ഡേ ഈ ക്രിട്ടിക്കൽ തിങ്കിങ്, ലോജിക്കൽ റീസണിങ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് ഇറ്റ്സ് വെരി മച്ച് റിക്വയർഡ്. അപ്പോൾ ഫോർ അസ് ദ ഹോൾ ഐഡിയ വാസ് പ്രിപ്പയറിംഗ് ഈ സ്റ്റുഡൻസ്, ദേ ഷുഡ് ബി ഫ്യൂച്ചർ റെഡി. ആ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു നമ്മൾ, ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് വി ഓൾവേസ് ബിൻ വാണ്ടിങ് ടു ഡു. കുട്ടികൾ സാങ്കേതികവിദ്യ മനസ്സിലാക്കുക എന്നതിനുപരിയായി പരീക്ഷകൾക്കും കരിയറിനും നവീകരണത്തിനും ഭാവിയിലെ വ്യവസായങ്ങൾക്കും റോബോട്ടിക്സ് വിദ്യാഭ്യാസം നൽകുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. എല്ലാ ഏരിയയിലും, എല്ലാ സ്പെഷ്യലിസ്റ്റ് ഏരിയകളിലും നമുക്ക് പാർട്ട്നേഴ്സ് ഉണ്ട്. ഞങ്ങളൊരു 2 കമ്പനികളായിട്ട് US ഞങ്ങൾക്ക് ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ഒന്ന് ഹ്യൂസ്റ്റൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, അത് എനർജി ഏരിയയിലാണ്. റോബോട്ടിക്സ്, കോഡിംഗ് എന്നിവ കിൻഡർ ഗാർട്ടൻ മുതൽ യൂണിവേഴ്സിറ്റി വരെയുള്ള ക്ലാസ് മുറികളിലേക്ക് കൊണ്ടുവന്ന് അതുവഴി വിദ്യാർത്ഥികൾക്ക് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന കൗതുകത്തിൽ നിന്ന് അതെനിക്ക് നിർമ്മിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും അറിവും നൽകിയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഐഡിയ വാസ് ടു മേക്ക് ദ കരിക്കുലം വിച്ച് ഇസ് വെറ്റഡ് ആൻഡ് വിച്ച് ഇസ് certified by an award-winning Finnish education system, which is recognized by UNICEF also. വ്യാവസായിക ഓട്ടോമേഷൻ, പരിശോധനാ സംവിധാനങ്ങൾ മുതൽ സുരക്ഷ, ലോജിസ്റ്റിക്സ്, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കായി കസ്റ്റം റോബോട്ടിക്സ് വരെയുള്ള വ്യവസായങ്ങൾക്കും റോബോട്ടിക്സും AI അധിഷ്ഠിത പരിഹാരങ്ങളും ഇവർ സജീവമായി നൽകുന്നുണ്ട്. പല നല്ല ടെക്നോളജികളും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് നമ്മളുടെ ആളുകൾക്കും നമ്മളുടെ കുട്ടികൾക്കും എല്ലാം ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കുക, അതാണ് നമ്മുടെ. കാരണം നമ്മളെ ഇവിടെ ജനിച്ച് വളർന്ന് ഇവിടുന്ന് എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും തിരിച്ച് നമ്മുടെ നാടിന് കൊടുക്കണം എന്നുള്ള നമ്മുടെ ഒരു വിഷനാണ്. പരമ്പരാഗത ക്ലാസ് മുറികളെ ഇന്നൊവേഷൻ ലാബുകളിലാക്കി മാറ്റുന്നതിന് സർക്കാർ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകൾ, അധ്യാപകർ എന്നിവരുടെ പങ്കാളിത്തത്തോടെ
3 വയസ്സ് മുതലുള്ള കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിൽ എത്തുമ്പോഴേക്കും വിപുലമായ റോബോട്ടിക്സിലേക്കും AI പ്രൊജക്റ്റുകളിലേക്കും വളരാനുള്ള അവസരമാണ് പദ്ധതികളിലൂടെ ഇവർ സർക്കാരിന് സമർപ്പിക്കുന്നത്. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ കാഴ്ചകളും വ്യത്യസ്തമാർന്ന വിശേഷങ്ങളും കൂടുതൽ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.